നിങ്ങൾ എപ്പോഴെങ്കിലും ആം, ഒരു ഉണങ്ങിയ ചെടിക്ക് ദിവസവും വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇലകളൊക്കെ കൊഴിഞ്ഞ് തണ്ടൊക്കെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരു ചെറിയ ചെടി. ഒറ്റ നോട്ടത്തിൽ അതിൽ ജീവന്റെ യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല. അതെ, വഴിയിലൂടെ പോകുന്നവരൊക്കെ നമ്മളെ നോക്കി ചോദിക്കും, ഇതൊക്കെ എന്തിനാ വെറുതെ നനയ്ക്കുന്നത്, അത് ചത്തുപോയില്ലേ എന്ന്. ശരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നുണ്ടാകും. എന്നിരുന്നാലും യാതൊരു മാറ്റവുമില്ലാത്ത ആ മണ്ണിലേക്ക് നിങ്ങൾ വീണ്ടും വെള്ളമൊഴിക്കും. കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായി തോന്നാം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് ഇനി ഒന്നിനും ഒരു പുരോഗതിയുമില്ല എന്ന് തോന്നി നിൽക്കുന്ന ചില അവസ്ഥകളില്ലേ? തീർച്ചയായുമുണ്ട്. അവിടെ നമ്മളും ഈ ഉണങ്ങിയ ചെടിയെ പോലെ തന്നെയാണ്. വളരെ കൃത്യമായൊരു ചിത്രമാണ് നിങ്ങൾ നൽകിയത്. അതായത്, ശാരീരികമായൊരു മുറിവോ ഒടിവോ സംഭവിച്ചാൽ അതൊരു എക്സ്റേയിലൂടെയോ സ്കാനിങ്ങിലൂടെയോ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെ പരിഹരിക്കണമെന്നും അറിയാം. ഉം. എന്നാൽ ജീവിതത്തിൽ നമ്മൾ തീർത്തും തളർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്, അല്ലേ? ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച ഒരു ബന്ധം തകരുമ്പോഴോ ഒക്കെയുള്ള ഒരു ശൂന്യത. അതെ അതെ, എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യത്തിലും വിജയിക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അവിടെ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ യാതൊരു മെഷീനുകളുമില്ല. അത് ശരിയാ. ആ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പകരം എന്റെ ജീവിതം ഇനി എക്കാലവും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന ഭയപ്പെടുത്തുന്നൊരു ചിന്തയാണ് നമ്മളെ വേട്ടയാടുക. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും വേണ്ടി ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ ചില സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ശരിയാണ്. ഇതിനായി നമ്മൾ 300 പേജുകളുള്ള ഏതെങ്കിലും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊന്നും അല്ല പരിശോധിക്കുന്നത്. അല്ല. പകരം വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായമായ സൂറത്ത് ഫുസിലത്തിലെ 39-ാം വാക്യമാണ് നാം നോക്കുന്നത്. വെറും 11 വരികളുള്ള ഈ വാക്യം ഇത്തരം സങ്കീർണമായ അവസ്ഥകളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തുടങ്ങാം. ഈ വാക്യം തുടങ്ങുന്നത് തന്നെ വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വരണ്ടുണങ്ങിയതായി നിനക്ക് ഭൂമിയെ കാണാമെന്ന്. ഇവിടെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ എത്ര പച്ചയായാണ് അംഗീകരിക്കുന്നത് നോക്കൂ. നമ്മളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? എല്ലാവരും ഉപദേശിക്കാൻ വരും. എല്ലാം ശരിയാകും, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കൂ എന്നൊക്കെ പറയും. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കും. അതെ, അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാകാം അങ്ങനെ പറയുന്നത്. ശരിയാണ്, സ്നേഹം കൊണ്ടാകാം. പക്ഷേ ആ സമയത്ത് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്കൊരു ദേഷ്യമാണ് വരാറുള്ളത്. ആശ്വാസത്തെക്കാൾ കൂടുതൽ അതൊരു ഭാരമായി മാറും. അതായത്, എന്റെ കാലൊടിഞ്ഞു കിടക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് സാരമില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല, വെറുതെ ഒന്ന് നടന്നാൽ മാറിക്കോളും എന്ന് പറയുന്നത് പോലെയാണത്. വളരെ ശരിയായ ഒരു ഉദാഹരണം. മനഃശാസ്ത്രത്തിൽ ഇതിനെ ടോക്സിക് പോസിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. ഒരാൾ കടുത്ത വേദനയിലായിരിക്കുമ്പോൾ ആ വേദനയെ വകവെച്ചു കൊടുക്കാതെ എല്ലാം നല്ലതിനാണ് എന്ന് പറയുന്നത് അവരുടെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അവരുടെ ഇപ്പോഴത്തെ സങ്കടം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തെറ്റാണെന്നൊരു തോന്നൽ അത് അവരിലുണ്ടാക്കും, അല്ലേ? അതെ. എന്നാൽ ഈ വാക്യം ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അത് പറയുന്നു, അതെ, നീ നിൽക്കുന്ന ഭൂമി വരണ്ടതാണ്. നിന്റെ വേദനയും ശൂന്യതയും യാഥാർത്ഥ്യമാണ്. അത് വെറും തോന്നലല്ല. ആ ഒരൊറ്റ അംഗീകാരം നൽകുന്നതിലൂടെ വലിയൊരു വൈകാരിക ഭാരമാണ് അവിടെ ഇല്ലാതാകുന്നത്. ഒരു നിമിഷം ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കണം, നല്ലത് മാത്രം ചിന്തിക്കണം എന്നല്ലേ പൊതുവെ പറയാറ്? അപ്പോൾ എന്റെ അവസ്ഥ വളരെ മോശമാണ്, എന്റെ ഭൂമി വരണ്ടുണങ്ങിയതാണ് എന്ന് ഞാൻ തന്നെ അംഗീകരിക്കുന്നത് എന്നെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകില്ലേ? ഇല്ല. അവിടെയാണ് മനുഷ്യ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു സങ്കടത്തെ മറച്ചുവെച്ച് വളരെ സന്തോഷത്തിലാണെന്ന് അഭിനയിക്കാൻ നമ്മുടെ തലച്ചോറിനും വലിയൊരു ഊർജം ചെലവഴിക്കേണ്ടി വരും. ഉള്ളിലെ യാഥാർത്ഥ്യവും പുറത്തെ അഭിനയവും തമ്മിലുള്ള ഈ സംഘർഷം നമ്മളെ ശരിക്കും തളർത്തും. അത് ശരിയാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കോൾ റോജേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: എന്നെ ഞാൻ ആയി തന്നെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് മാറാൻ കഴിയുന്നത് എന്ന്. ഉദാഹരണത്തിന്, നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ നിൽക്കുന്ന സ്ഥലം മാപ്പിന് മനസ്സിലാകണം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലാണെങ്കിലും, അല്ല, ഞാൻ തിരുവനന്തപുരത്താണ് എന്ന മാപ്പിനോട് കള്ളം പറഞ്ഞാൽ
ഒരിക്കലും നമുക്ക് ശരിയായ വഴി കണ്ടെത്താൻ കഴിയില്ല. അതുപോലെയാണ് ജീവിതവും. പ്രശ്നത്തെ മറച്ചുവെക്കാതെ സത്യസന്ധമായി ഉൾക്കൊള്ളുക എന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ പടി. അത് വളരെ യുക്തിസഹമാണ്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ആ വരൾച്ച ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങനെ അംഗീകരിക്കുമ്പോൾ ഈ അവസ്ഥ ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊരു ഭയം സ്വാഭാവികമായും എന്റെ ഉള്ളിൽ വരില്ലേ? വരും, തീർച്ചയായും വരും. ഒരുതരം സ്തംഭനാവസ്ഥ. അതാണ് എന്നെ കൂടുതൽ തളർത്തുന്നത്. ആ ഭയത്തെയാണ് ഈ സ്രോതസ്സിൽ സ്നാപ്ഷോട്ട് കെണി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമി വരണ്ടതാണ് എന്ന് പറയുന്നതല്ലാതെ അതൊരിക്കലും ഭൂമിയുടെ സ്ഥിരമായ അവസ്ഥയാണെന്ന് ആ വാക്യം എവിടെയും പറയുന്നില്ല. പക്ഷേ മനുഷ്യന്റെ തലച്ചോറിന് ഈ അവസ്ഥകളെ ശാശ്വതമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള വലിയൊരു പ്രവണതയുണ്ട്. നമ്മളൊരു വേദനയിലോ ഭയത്തിലോ ആയിരിക്കുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡാല എന്ന ഭാഗം ഉണർന്ന് പ്രവർത്തിക്കും. എന്നിട്ട് നമ്മെ ആ നിമിഷത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും. ഭീഷണി നേരിടാനുള്ള ഒരു അതിജീവന തന്ത്രമാണിത്. എന്നാൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വേദന എക്കാലവും തുടരുമെന്ന് തലച്ചോറ് നമ്മെ വിശ്വസിപ്പിക്കും. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിലെ ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു രംഗം മാത്രം പോസ് ചെയ്തു വെച്ചിട്ട് ആ വെറുമൊരു ചിത്രം മാത്രം കണ്ട് ഈ സിനിമ മുഴുവൻ ഒരു വലിയ ദുരന്തമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിന് തുല്യമാണിത്. വളരെ മനോഹരമായ ഒരു ഉപമയാണിത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരു വസ്തുതയാണോ അതോ കേവലം ഒരു ഘട്ടം മാത്രമാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവാണ് ഇവിടെ വേണ്ടത്. ഇതൊരു വലിയ കാഴ്ചപ്പാടുമായി ബന്ധിപ്പിച്ചാൽ ജീവിതത്തിൽ നമ്മളൊരു വലിയ മതിലായി കാണുന്ന പല പ്രതിസന്ധികളും യഥാർത്ഥത്തിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം മാത്രമാണ്. ഓ, ഒരു പെർമനന്റ് വാളല്ല, വെറുമൊരു വെയിറ്റിംഗ് റൂമാണല്ലേ അത്? അതെ അതെ. ഒരു വസ്തുതയ്ക്ക് നമ്മൾ അംഗീകാരം നൽകണം. എന്നാൽ ഒരു ഘട്ടത്തിന് വേണ്ടത് ക്ഷമയാണ്. ആ വരണ്ട ഭൂമി എന്നത് മരണമല്ല, അതൊരു കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പ് കേന്ദ്രത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആ വരണ്ട ഭൂമിയിലാണെങ്കിൽ നമുക്കുള്ള പരിഹാരം എവിടെ നിന്നാണ് വരുന്നത്? കാരണം വരണ്ട ഭൂമി സ്വയം വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. കൃത്യമായി. ഭൂമി അതിനുള്ളിലെ പ്രശ്നത്തിന് പരിഹാരം സ്വയം കണ്ടെത്തുന്നില്ല. വാക്യത്തിൽ പറയുന്നത് പോലെ പരിഹാരം വരുന്നത് പുറത്തുനിന്നാണ്, അതായത് മേഘങ്ങളിൽ നിന്നാണ്. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നത് ആ പ്രശ്നങ്ങൾക്കുള്ളിൽ തന്നെയാണെന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഇതൊരൽപ്പം വിചിത്രമായി തോന്നുന്നു. കാരണം നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന സെൽഫ് ഹെൽപ്പ് ഉപദേശങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് വേണ്ട ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ ചിന്താഗതി തെറ്റാണെന്നാണോ? പുറത്തുനിന്ന് പരിഹാരം വരുമെന്ന് കാത്തിരിക്കുന്നത് ഒരുതരം മടിയല്ലേ? അല്ല, ഉള്ളിലേക്ക് നോക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്കാവശ്യത്തിന് ഊർജ്ജമുള്ളപ്പോൾ മാത്രം. നിങ്ങൾ പൂർണ്ണമായും തളർന്ന് മാനസികമായി ഒരു തുള്ളി ഊർജ്ജം പോലുമില്ലാത്ത വരണ്ട അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തെടുക്കാനാണ്? അതും ശരിയാണ്. ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒന്നും എടുക്കാൻ കഴിയില്ല. അവിടെയാണ് അടഞ്ഞ ചിന്താചക്രത്തിന്റെ പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന്, ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് കരുതുക. ജോലി കിട്ടാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. എന്നാൽ എക്സ്പീരിയൻസ് ലഭിക്കാനോ ആദ്യം ഒരു ജോലി കിട്ടണം. ഇതൊരു അടഞ്ഞ സർക്കിളാണ്. ശരിയാണ്. ഇതിനകത്ത് തന്നെ എത്ര കിടന്ന് കറങ്ങിയാലും നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. അതെ. അല്ലെങ്കിൽ വിഷാദരോഗമുള്ള ഒരാൾ ചിന്തിക്കുന്നു, എനിക്ക് വ്യായാമം ചെയ്യാൻ ഊർജം വേണം. എന്നാൽ ഊർജം ലഭിക്കാൻ ഞാൻ ആദ്യം വ്യായാമം ചെയ്യണമെന്ന്. അവർക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? ആ അടഞ്ഞ മുറിക്കുള്ളിൽ പെട്ടുപോയ ഒരാൾ ആ മുറിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു കിടക്കാനുള്ള താക്കോൽ അന്വേഷിക്കുന്നതിലെ യുക്തിയില്ലായ്മയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതല്ലേ? പൂട്ടിയിട്ട വാതിലിനകത്ത് താക്കോല് കാണില്ലല്ലോ. അതെ, അവിടെ പരിഹാരം വരുന്നത് പുറത്തുനിന്നാണ്. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നാകാം ആ മഴ പെയ്യുന്നത്. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, ഒരുപക്ഷെ രാത്രി 2 മണിക്ക് തോന്നുന്ന ഒരാശയത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു അപരിചിതന്റെ വാക്കിലൂടെയോ ഒക്കെ പരിഹാരങ്ങൾ ലഭിക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്: ഈ പരിഹാരങ്ങളെ സ്വീകരിക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കുക എന്നതുമാത്രം. ആ ചിന്ത ശരിക്കും പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുമോ? കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ലോകത്താണ്. മെസ്സേജ് അയച്ചാൽ ഉടൻ ബ്ലൂ ടിക്ക് വരണം. ഭക്ഷണം ഓർഡർ ചെയ്താൽ 10 മിനിറ്റിൽ വീട്ടിലെത്തണം. അതെ, എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് നടക്കണം. അത് തന്നെ. ഒറ്റ രാത്രി കൊണ്ട് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ മഴ പെയ്ത് മണ്ണ് കുതിർന്നിട്ടും പെട്ടെന്ന് ചെടികൾ വളരുന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായും വീണ്ടും നിരാശരാകില്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം
ആ വാക്യത്തിലെ അടുത്ത വരിയിലുണ്ട്. അത് പറയുന്നത് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാതെ വെള്ളം വീണയുടനെ അത് ഒറ്റയടിക്ക് പൂവിടുന്നു എന്നല്ല പറയുന്നത്. യഥാർത്ഥ മാറ്റങ്ങൾ പലപ്പോഴും അദൃശ്യമാണ്. മാറ്റത്തിന്റെ ഭാഷ വളരെ സാവധാനമുള്ള ഒന്നാണ്. ആദ്യം മണ്ണൊന്നിളകണം, വിത്തുകൾക്ക് ജീവൻ വെക്കണം. ഇതിനേറ്റവും നല്ല ഉദാഹരണം ചൈനീസ് ബാംബു എന്നറിയപ്പെടുന്ന മുളയുടെ വളർച്ചയാണ്. അത് നട്ടു നരച്ചാൽ ആദ്യത്തെ 4 വർഷം മണ്ണിനടിയിൽ യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ കിടക്കും. പുറത്തുനിന്ന് നോക്കുന്നൊരാൾക്ക് കാണാൻ കഴിയുന്നത് വെറും കുതിർന്ന മണ്ണു മാത്രാണ്. യാതൊരു വളർച്ചയുമില്ല എന്ന് തോന്നും. അതെ, ഈ സമയം കൊണ്ട് ആളുകൾ മടുത്ത് അതുപേക്ഷിച്ചു പോകും. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം വെറും 8 ആഴ്ചകൾ കൊണ്ട് അത് 90 അടി ഉയരത്തിൽ വളരും. വെറും കുതിർത്ത മണ്ണു മാത്രമായി കാണുമ്പോൾ നമ്മൾ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണല്ലേ? തീർച്ചയായും. ആ 4 വർഷം അവിടെ ഒന്നും സംഭവിക്കാതിരിക്കുകയായിരുന്നില്ല. ആ മുള അതിന്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് ആഴത്തിൽ പടർത്തുകയായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടോ എന്നാണ്. അത് ചോദിക്കാൻ പാടില്ലേ? ഇല്ല. നമ്മൾ ചോദിക്കേണ്ടത് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നല്ല, മറിച്ച് ഞാൻ ഈ മണ്ണിൽ കൃത്യമായി വെള്ളമൊഴിച്ചിട്ടുണ്ടോ എന്നാണ്. മാറ്റത്തിന്റെ ഈ ആദ്യഘട്ടത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്. കേൾക്കാൻ വളരെ നല്ലൊരു കാര്യമാണിത്. എന്നാൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മളിത് വിശ്വസിക്കും? മാസങ്ങളായി ഒരു മാറ്റവുമില്ലാതെ നിൽക്കുമ്പോൾ ഈ അദൃശ്യമായ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങും? കടുത്ത നിരാശയിലുള്ള ഒരാളോട് ഇത്തരം മനോഹരമായ ഉപമകൾ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. മനഃശാസ്ത്രത്തിൽ ഇതിനെ സാദൃശ്യത്തിലൂടെയുള്ള ന്യായവാദം അഥവാ അനലോജിക്കൽ റീസണിംഗ് എന്ന് പറയും. അതായത്, നമുക്കറിയാവുന്ന നമ്മുടെ കൺമുന്നിൽ നടന്നൊരു അനുഭവത്തെ അടിസ്ഥാനമാക്കി ഇതുവരെ നടക്കാത്ത മറ്റൊരു കാര്യവുമായി താരതമ്യം ചെയ്ത് ചിന്തിക്കുന്ന രീതിയാണിത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ നോക്കൂ എന്നത് പറയുന്നു. അത് ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഈ വിശകലനം കേൾക്കുന്ന നിങ്ങളോട്. ഇതൊരു പുസ്തകത്തിലെ മാത്രം കാര്യമല്ല. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ തെളിവുകൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ, ഇനി ഒരിക്കലും ശരിയാകില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ബന്ധമോ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു വ്യക്തിത്വമോ പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ തിരികെ വന്നിട്ടുണ്ടോ? അതാണ് ഇതിലെ ഏറ്റവും വലിയ ഉൾക്കാഴ്ച. നിങ്ങളുടെ സ്വന്തം ചരിത്രം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെളിവ്. ഒരിക്കൽ തീർത്തും തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ആ പഴയ വരൾച്ച മാറി അവിടെ മഴ പെയ്തു പൂക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയും ശാശ്വതമല്ല എന്ന് വിശ്വസിക്കാനുള്ള തെളിവ് അത് തന്നെയാണല്ലേ? അതെ, അത് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ യുക്തിസഹജമായ തെളിവ് അതുതന്നെയാണ്. അന്ന് ആ വലിയ തകർച്ചയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിന് ഇന്നത്തെ ഈ അവസ്ഥയോർത്ത് ഞാൻ ഭയപ്പെടണം എന്ന് സ്വയം ചോദിക്കുക. വാക്യത്തിന്റെ അവസാന ഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിശ്ചയമായും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന്. അപ്പോ നമുക്ക് ഈ ചർച്ചയുടെ ഒരു സംഗ്രഹം നോക്കാം. യാഥാർത്ഥ്യങ്ങളെ അതെത്ര വരണ്ടതാണെങ്കിലും നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ആ വരൾച്ച ഒരു അവസാനമാണെന്നൊരിക്കലും വിലയിരുത്തരുത്. ശരിയാണ്. പരിഹാരങ്ങൾക്കായി തുറന്ന മനസ്സോടെ കാത്തിരിക്കുക. സ്രഷ്ടാവിന് എല്ലാ കാര്യങ്ങളിലും കഴിവുണ്ട് എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ സാധ്യമാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയൊരു കടുത്ത വരൾച്ച ഉണ്ടായത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ വരൾച്ചയുടെ കാലങ്ങൾ മുൻപ് അസാധ്യമെന്ന് കരുതിയ പുതിയ മാറ്റങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുകയായിരുന്നുവെങ്കിൽ, ഇപ്പോഴത്തെ ഈ വരണ്ട കാലഘട്ടം ഭാവിയിൽ മറ്റെന്തിനോ വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരിക്കില്ല നടപ്പിലാക്കുന്നത്? പുതിയ വിത്തുകൾ പാകാൻ വേണ്ടിയുള്ള കേവലം ഒരു മണ്ണൊരുക്കൽ മാത്രമായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായും. നിങ്ങളുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥകളെ മറികടക്കാൻ ഈ ചർച്ചയിലൂടെ ഒരു പുതിയ പ്രതീക്ഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വിശകലനവുമായി കാണുന്നതുവരെ നന്ദി.